ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ പാപ്പാനെ ആന ചവിട്ടിക്കൊന്നു. വൈക്കം ടി.വി.പുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വിളക്ക് എഴുന്നള്ളിപ്പിനിടെയാണ് രണ്ടാം പാപ്പാനായ കോട്ടയം പുതുപ്പള്ളി സ്വദേശി അരവിന്ദിനെ ആന ചവിട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വൈക്കം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. വിളക്കെഴുന്നള്ളിപ്പിനിടെ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇടഞ്ഞ തോട്ടയ്ക്കാട് കുഞ്ഞുലക്ഷ്മി എന്ന ആനയാണ് അരവിന്ദിനെ ചവിട്ടിയത്. 1 മാസം മുൻപാണ് അരവിന്ദ് കുഞ്ഞുലക്ഷ്മി എന്ന ആനയുടെ രണ്ടാം പാപ്പാനായി ജോലിക്ക് കയറിയത്. കാണികൾക്ക് ഏറെ ഹരം പകരുന്നതാണ് ആന എഴുന്നള്ളിപ്പുകൾ. എന്നാൽ ചടങ്ങിനിടെ ഇടയുന്ന ആനകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒരുപാട് പേരാണ് ആനയുടെ പരാക്രമത്തിൽ മരണപ്പെടുന്നത്. ആന ഇടഞ്ഞു കഴിഞ്ഞാൽ ഭീകര അന്തരീക്ഷമാണ് പിന്നീട് അവിടെ. ജീവൻ രക്ഷിക്കാനായി ആളുകൾ പരക്കം പായേണ്ടി വരും. ആ മരണപ്പാച്ചിലിനിടെ അപകടത്തിൽ മരിക്കുന്നവരും ഗുരുതര പരിക്കേറ്റ് തുടർ ജീവിതം നരകതുല്യമാകുന്നവരും വിരളമല്ല. എന്തുകൊണ്ടാണ് ചടങ്ങുകൾക്കിടെ പൊടുന്നനെ ആനയുടെ സ്വഭാവങ്ങളിൽ വ്യതിയാനം സംഭവിക്കുന്നതും ആന ഒരു പരാക്രമിയായി മാറുന്നതും? വേണ്ടത്ര ഭക്ഷണവും വെള്ളവും നൽകാതെ ആനയെ പീഡിപ്പിക്കുന്നതാകാം മുഖ്യ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ആനയുടെ മദപ്പാട് വൈകിപ്പിക്കാനാണ് മതിയായ വെള്ളവും ഭക്ഷണവും നൽകാതെ അവയെ കഷ്ടപ്പെടുത്തുന്നത് എന്നാണ് വിദഗ്ധ അഭിപ്രായം. ഒക്ടോബർ മുതൽ മെയ് വരെയാണ് കേരളത്തിലെ ഉത്സവ സീസൺ. ഈ കാലയളവിൽ ആനകളെ കിട്ടാവുന്നത്ര ചടങ്ങുകൾ എത്തിച്ച് പരമാവധി പണം നേടാനാണ് ഉടമകളും ഉടമകളിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന കരാറുകാരും ശ്രമിക്കുന്നത്. ആനയ്ക്ക് മദപ്പാടുണ്ടായാൽ പിന്നെ ചടങ്ങുകൾക്ക് പങ്കെടുപ്പിക്കാനാകില്ല. മദപ്പാടുള്ള ആന പരാക്രമങ്ങൾ കാണിക്കാൻ ഇടയുണ്ട് എന്നതിന് പുറമെ അത് നിയമവിരുദ്ധവുമാണ്. 3 മാസം വരെ ഒരു ആനയുടെ മദപ്പാട് നീണ്ടു നിൽക്കും. ഇതുമൂലം ഉടമകൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. ഈ പ്രതിസന്ധി ഒഴിവായി കിട്ടാൻ പ്രയോഗിക്കുന്ന തന്ത്രമാണ് ആനയെ വാട്ടൽ. അതായത് ആനയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ അളവ് ഗണ്യമായി കുറച്ചും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് തണലില്ലാതെ തളച്ചിട്ടും കുളിയും നനയും പൂർണ്ണമായും ഒഴിവാക്കിയുമാണ് ആനകളെ വാട്ടുന്നത്. ഈ പ്രയോഗത്തിൽ 10 ദിവസത്തിനുള്ളിൽ ആന മാനസികമായും ശാരീരികമായും ക്ഷീണിക്കുകയും ഇതുമൂലം മദപ്പാട് നീണ്ടുകിട്ടുകയും ചെയ്യും. കൂടാതെ നിരന്തരമുള്ള ചടങ്ങുകൾക്കിടെ ഇവയ്ക്ക് വേണ്ടത്ര വിശ്രമവും ലഭിക്കില്ല. ഇതും ആനകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. പലപ്പോഴും ആനയുടെ സ്വഭാവ വ്യത്യാസത്തിന് കാരണം ഇതാണ് എന്നാണ് അനിമൽ വെൽഫെയർ ബോർഡ് വക്താക്കൾ പറയുന്നത്. കനത്ത പീഡനങ്ങളെ തുടർന്ന് 2018നും 2023നും ഇടയിൽ സംസ്ഥാനത്ത് 138 ആനകൾ ചെരിഞ്ഞുവെന്നാണ് കണക്ക്. എഴുന്നള്ളിപ്പുകളെ ചൊല്ലി മനുഷ്യരിൽ നിന്ന് ആനകൾക്കും ആനകളിൽ നിന്ന് മനുഷ്യർക്കും ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും പരാക്രമവും ഇല്ലാതാക്കുന്നതിന് പൂരങ്ങൾക്കും ക്ഷേത്ര ചടങ്ങുകൾക്കും ജീവനില്ലാത്ത കൃത്രിമ ആനകളെ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു. ഇതനുസരിച്ച് ചിലയിടങ്ങളിൽ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. 2015-ൽ ബോളിവുഡ് താരം പമേല ആൻഡേഴ്സൺ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് മുന്നിൽ ഇത്തരമൊരു നിർദ്ദേശം വെച്ചിരുന്നു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഉത്സവങ്ങളുടെ പേരിൽ ആനകളെ ചങ്ങലക്കിട്ട് പൊരുവെയിലത്ത് ചുട്ടുപഴുത്ത ടാറിട്ട റോഡിലൂടെ നടത്തുന്ന കാഴ്ചകൾ. 15 വർഷത്തിനിടെ കേരളത്തിൽ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 500 പേരാണ്. ഈ സാഹചര്യത്തിൽ പൂരത്തിന് കൃത്രിമ ആനകളെ ഉപയോഗിക്കണമെന്ന കാര്യം പരിഗണിക്കണമെന്നും 30 കൃത്രിമ ആനകൾ ഒരുക്കാൻ ആവശ്യമായ മുഴുവൻ ചെലവും വഹിച്ചു കൊള്ളാം എന്നുമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് അയച്ച ഇമെയിലിൽ പമേല അറിയിച്ചത്. മൃഗസംരക്ഷണ പരിപാലന കൂട്ടായ്മയായ പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസും എഴുന്നള്ളിപ്പുകളുടെ പേരിൽ ആനകളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്തു വന്നിരുന്നു. എന്തായാലും ഇത്തരത്തിൽ യന്ത്ര ആനകളെ ഉപയോഗിച്ചിട്ടും ഒറിജിനൽ ആനകൾ ഇതുപോലെ ഇടയുന്ന പ്രശ്നങ്ങളും അവ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ തുടർന്നു വരിക തന്നെയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ആചാരങ്ങൾക്ക് വിരുദ്ധമല്ലാതെ ചെയ്യാൻ സാധിക്കുന്നത് എന്നത് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.